ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മലയാളം അനിമി സ്റ്റോറീസ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ടാമൻസ് ബി സൈഡിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കിനോഷിത ഒരു ഡ്രീം കാണുവാണ് ടാമനെ കുറിച്ച്. അങ്ങനെ അവൾ പെട്ടെന്ന് കണ്ണു തുറക്കുമ്പോഴാണ് അതൊരു ഡ്രീം ആണെന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. അവളുടെ റൂമിന്റെ സീലിംഗിൽ വരെ ടാമന്റെ ഫോട്ടോ ആയിരിക്കും ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാവുക. എന്നിട്ട് കിനോഷിത ബെഡിൽ നിന്ന് ഒരു ടിക്കറ്റ് എടുക്കുവാണ്. അത് ഫേസിന്റെ മീറ്റ് ആൻഡ് ഗ്രീറ്റ് ടിക്കറ്റ് ആയിരിക്കും. എന്നിട്ട് സന്തോഷത്തിൽ കിനോഷിത അവിടെ കിടന്ന് കാറുവാണ്. അങ്ങനെ അവൾ വളരെ സന്തോഷത്തില് ജോലിക്ക് ഇറങ്ങുവാണ്. കാരണം ഫേസ് ടീം അവരവരുടെ ഫാൻസിനെ കണ്ട് നേരിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പോകുന്ന ഒരു പരിപാടിയാണ് മീറ്റ് ആൻഡ് ഗ്രീറ്റ്. ഞാൻ കഷ്ടപ്പെട്ട് കാശ് ചേർത്ത് വെച്ചത് വെറുതെ ആയില്ല. ഞാൻ അവിടെ പോയി നിറയെ CD വാങ്ങിക്കും. അങ്ങനെ സന്തോഷത്തിൽ കിനോഷിത വന്ന് ടാമന്റെ ഫ്ലാറ്റിലെ കോളിംഗ് ബെല്ല് അടിക്കുവാണ്. എന്നിട്ട് അവള് പതുക്കെ ഉള്ളിലോട്ട് കയറുമ്പോഴത്തേനും അവൾ അവിടെ കാണുന്നത് ടാമൻ മാനേജറുടെ കയ്യിൽ നിന്ന് ഷൂട്ട് കേസ് വലിച്ചു പിടിച്ച് ഞാൻ പോവാണ്, ഞാൻ റിട്ടയർഡ് ആവുകയാണ്, എന്നെ വിട്ടേക്ക് എന്നൊക്കെ പറഞ്ഞ് കാറുവാണ്. മാനേജറാകട്ടെ, നീ എന്താ ഈ പറയുന്നേ? ഏജൻസികൾ എത്രമാത്രം നിന്റെ മേലെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് നിനക്കറിയോ? അത് കഴിയുമ്പോഴത്തേനും മാനേജറിന് ഒരു കോള് വരും. അതെടുത്തിട്ട് ഈ 5 ചെറിയ കുട്ടികളെ ഞാൻ ഒറ്റയ്ക്ക് മേച്ച് ചാവും. അങ്ങനെ ആ മാനേജർ ആ റൂമിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴത്തേനും കിനോഷിത ടാമന്റെ അടുത്ത് റിട്ടയർഡ് ആവുക എന്നതിനെ കുറിച്ച് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അവര് മീറ്റ് ആൻഡ് ഗ്രീറ്റ് എന്നൊരു പരിപാടി സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, എനിക്കത് ഒരുപാട് പേടിയാണ്. എന്നിട്ട് ടാമൻ പറയുന്നത് കേട്ടിട്ട് കിനോഷിത, അത് ശരിക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ? നിന്റെ ഫാൻസ് ചിരിക്കുന്നത് നിനക്ക് അടുത്ത് നിന്ന് കാണാൻ കഴിയുമല്ലോ. പെട്ടെന്ന് ടാമൻ അവിടെ കിടന്ന് കാറുവാണ്. അത് ഒരിക്കലും നടക്കില്ല. 100ഓളം മനുഷ്യരോട് ഞാൻ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? ടാമൻ അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നുണ്ടാവില്ല. എന്റെ കൈയൊക്കെ വേർത്ത് കഴിഞ്ഞാൽ അവരെന്നെ കണ്ടുപിടിക്കും ഞാൻ നെർവസ് ആയിട്ടുള്ള ഒരാളാണെന്ന്. അങ്ങനെ അവൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വളരെ ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുവാണ്. ആ സമയം കിനോഷിത, ടാമൻ, നിങ്ങളുടെ കയ്യിലെ വേർപ്പ് ഒരു അമൃതമാണ്. ടാമൻ ശ്വസിക്കുന്ന അതേ വായു ഞങ്ങൾ ശ്വസിക്കുന്നതും ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും രുചികരമായ ഭക്ഷണമാണ്. കിനോഷിത പെട്ടെന്ന് അവന്റെ പ്രീസ്റ്റായി മാറി ടാമനെ ഒരുപാട് എൻകറേജ് ചെയ്തോണ്ടിരിക്കുവാണ്. പെട്ടെന്ന് കിനോഷിതയ്ക്ക് ബോധം വരുവാണ്. അയ്യോ, ഞാൻ പിന്നെ അവനെ പിടിച്ച് തള്ളിയേനെന്ന് പറഞ്ഞിട്ട് പതുക്കെ അവൾ അവിടുന്ന് പോവുകയാണ്. ഞാൻ പറയാൻ വന്നത്, നിങ്ങൾ നിങ്ങളുടേതായ വഴിയിൽ നിങ്ങൾ വളരെ ചാമിങ് ആണ് എന്ന് കിനോഷിത പറയുവാണ്. ഞാൻ ഈ കാര്യം ചെയ്യുവാണെങ്കിൽ അത് നന്നായി തന്നെ ചെയ്യണം. വലിയ പ്രതീക്ഷയിലായിരിക്കും ആളുകൾ എന്നെ കാണാൻ വരുന്നത്. അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യണം എന്ന് ടാമൻ പറയുവാണ്. അങ്ങനെ കിനോഷിത അവനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവൻ പണ്ട് ചെയ്ത ഇന്റർവ്യൂവിലും അവന്റെ ഓരോ ആർട്ടിക്കിൾ ഇന്റർനെറ്റിൽ വിട്ടതും ഇന്റർവ്യൂവിലെ മാഗസീനും എല്ലാം അവൾ ഒരു ഫയലിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതും പോരാഞ്ഞിട്ട് അവൻ TV-യിൽ വന്ന് എന്തെങ്കിലും ഷോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും അവൾ എഴുതിയും വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ടാമൻ അതൊക്കെ എടുത്തു നോക്കുമ്പോ അവൻ വളരെ ഇംപ്രസ് ആവുകയാണ്. അവൻ മറന്നുപോയ പല കാര്യങ്ങളും ആ ബുക്കിൽ കാണുവാണ്. എന്നിട്ട് കിനോഷിത, നീ ഇതൊരു ഗ്ലാൻസ് നോക്കുവാണെങ്കിൽ നിന്റെ ക്യാരക്ടർ ചേഞ്ച് ആകാതെ ഒരേ ട്രാക്കിൽ കൂടി പോവാൻ നിന്നെ സഹായിച്ചേക്കാം. ആ സമയം കിനോഷിത മനസ്സിൽ, ശരി, അപ്പൊ എനിക്കും മനസമാധാനത്തോടെ മീറ്റ് ആൻഡ് ഗ്രീറ്റ് പരിപാടിയിൽ പങ്കെടുക്കാം. എന്നിട്ട് ടാമൻ, നിന്നെ ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കുന്നതിൽ ക്ഷമിക്കണം, എന്നെ ഒന്ന് മീറ്റ് ആൻഡ് ഗ്രീറ്റിന് വേണ്ടി ഒന്ന് സഹായിക്കാമോ? അപ്പൊ കിനോഷിത, ഇല്ല, എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒന്നും ഞാൻ എൻജോയ് ചെയ്യാറില്ല. അവള് കാണിക്കുന്ന കണ്ടിട്ട് ടാമൻ പറയുവാണ്, എന്നെ പോലെ ഒരു വേസ്റ്റിന് ആരും തന്നെ സഹായിക്കാൻ വരില്ല. സഹായിക്കാൻ വരുമോ എന്ന് ചോദിച്ചത് വരെ എന്റെ ഒരു ധിക്കാരമാണ്. അത് കേട്ടപാട് കിനോഷിത അവന്റെ അടുത്തേക്ക് വന്നിട്ട്, നിനക്ക് വേണ്ടി ഈ ജന്മം മാത്രമല്ല അടുത്ത ജന്മത്തിലുള്ള എല്ലാ സമയവും ഞാൻ നിനക്ക് വേണ്ടി ത്യജിക്കാം. അങ്ങനെ അത് കേൾക്കുമ്പോഴത്തേനും അവൻ താങ്ക് യു പറയുവാണ്. അതൊക്കെ കഴിഞ്ഞ് കിനോഷിത, ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നത് തുടരുക തന്നെ ചെയ്യും. നീ നിന്റെ ബെസ്റ്റ് തന്നെ ചെയ്യണം. പെട്ടെന്ന് ടാമൻ അവളുടെ അടുത്ത് വന്നിട്ട്, നീ വിഷമിക്കണ്ട, ഞാൻ ഒരിക്കലും നിന്നെ ഒരു പ്രീസ്റ്റാക്കി മാറ്റാൻ വിടില്ല. അങ്ങനെ ടാമൻ അവളെ താങ്ങി നിൽക്കുമ്പോഴത്തേനും അവളുടെ തല പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു പോവുകയാണ്. അപ്പൊ അവൻ അവളോട് സോറി എന്നൊക്കെ പറഞ്ഞിട്ട് ടിഷ്യൂ പേപ്പറൊക്കെ എടുത്തു കൊടുക്കുവാണ്. ഞാൻ കാരണം നീ വേദനിക്കുന്നത് എനിക്ക് കാണാൻ ആഗ്രഹമില്ല, അതുകൊണ്ട് ഞാൻ ഇതിവിടെ നിർത്താം. ഇല്ല, ഇതെന്നെ വളരെ സന്തോഷിപ്പിച്ചു. നീ ഇതൊന്നും അറിയാൻ വഴിയില്ല. ഞാൻ എന്റെ ദുഷ്കരമായ സമയങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ എന്റെ ആത്മാവിനെ ഉയർത്താൻ ആരും തന്നെ കൂടെ ഉണ്ടായിരുന്നിട്ടില്ല. ആ സമയത്ത് നീ മാത്രമേ എന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ ടാമൻ. അതുകൊണ്ട് നിങ്ങളെ സഹായിക്കുന്നതിനേക്കാൾ എനിക്ക് സന്തോഷം നൽകുന്ന മറ്റൊന്നില്ല എന്ന് കിനോഷിത പറഞ്ഞ് അവള് മനസ്സിൽ കരുതുവാണ്. നീ തന്നത് വെച്ച് നോക്കുമ്പോൾ ഞാൻ നിനക്ക് തിരിച്ചു തരുന്നത് ഒന്നും തന്നെയല്ല. പക്ഷെ നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ എന്റെ ജീവൻ വരെ ത്യജിക്കാൻ ഞാൻ തയ്യാറാണ്. പെട്ടെന്ന് ടാമൻ, നിന്നെ കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു, നമുക്ക് കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞ് അവളെ പൊക്കിയെടുത്ത് നിൽക്കുവാണ്. അപ്പൊ കിനോഷിത,
ഉള്ള എനർജി മുഴുവൻ ഇപ്പൊ ഇങ്ങനെ ചെലവഴിച്ചാൽ അവസാനം വരെ നിനക്ക് പിടിച്ചു നിൽക്കാനാവില്ല. പെട്ടെന്ന് ടാമൻ ബ്ലഡ് വോമിറ്റ് ചെയ്യുവാണ്. അതൊക്കെ കഴിഞ്ഞ് ടാമൻ പിന്നെ അവളോട് ചോദിക്കുവാണ്, നീ എന്തായാലും മീറ്റ് ആൻഡ് ഗ്രീറ്റിന് വരില്ലേ? അതേന്ന് കിനോഷിത പറയും. അപ്പൊ ടാമൻ, അപ്പൊ ഞാൻ ഉറപ്പായും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യും. അത് കേൾക്കുമ്പോ സന്തോഷത്തിൽ അവള് പൊട്ടിത്തെറിക്കുവാണ്. അങ്ങനെ ആ മീറ്റ് ആൻഡ് ഗ്രീറ്റിന്റെ ഡേ വരുവാണ്. ഫേസ് ടീമിനെ കാണാൻ വേണ്ടിയിട്ട് ഒട്ടനവധി ആളുകളായിരിക്കും അവിടെ വന്നിട്ടുണ്ടാവുക. അവരെയൊക്കെ കണ്ട് കിനോഷിത ഒരുപാട് ഹാപ്പി ആവുകയാണ്. എത്ര പേരാണ് ടാമനെ ഇഷ്ടപ്പെടുന്നത്. ആ സമയം ടാമനെ മീറ്റ് ചെയ്യാൻ വരുന്ന പെൺകുട്ടികളില് പാതി പെൺകുട്ടികളും ടാമന്റെ കൈ പിടിക്കുമ്പോ അങ്ങ് പൊട്ടിത്തെറിച്ച് പോവുകയാണ്. അങ്ങനെ മയങ്ങി വീഴുന്ന ആളുകളെ പിടിച്ചു മാറ്റാൻ അവിടെ ആൾക്കാർ നിൽപ്പുണ്ട്. ആ സമയം അവിടെ ക്യൂല് നിൽക്കുന്ന രണ്ട് പെൺപിള്ളേര് കൂടെ വഴക്കുണ്ടാക്കുകയാണ്. കാരണം ഒരാൾ മറ്റൊരാളുടെ ഷൂവില് ചവിട്ടിയിട്ടുണ്ടാവും. അവർ രണ്ടുപേരും അടിയുണ്ടാക്കണ കാണുമ്പോ കിനോഷിതയ്ക്ക് ഒട്ടും ഇഷ്ടമുണ്ടാവില്ല. അവള് പെട്ടെന്ന് പ്രീസ്റ്റായി മാറുവാണ്. ടാമന്റെ കാതുകളെ വൃത്തികേടാക്കുന്ന തരത്തിലുള്ള വാക്കുകളൊന്നും ഇവിടെ ഉപയോഗിക്കുന്നവർക്ക് സ്ഥാനമില്ല എന്ന് പറഞ്ഞ് അവളും വഴക്കൂടുവാണ്. പെട്ടെന്ന് അവിടെ സെക്യൂരിറ്റി വരും. 3 പേരെ എടുത്ത് വലിച്ചെറിയുവാണ് വെളിയില്. അങ്ങനെ കിനോഷിതയ്ക്ക് ടാമന്റെ മീറ്റ് ആൻഡ് ഗ്രീറ്റിൽ അവനെ കാണാനുള്ള അവസരം നഷ്ടപ്പെടുവാണ്. അവള് ട്രെയിൻ കയറി ജോലി സ്ഥലത്തേക്ക് പോവാൻ നിൽക്കുവാണ്. കിനോഷിത ടാമനെ കുറിച്ച് ആലോചിക്കുവാണ്. എന്തായാലും ടാമൻ ഹാപ്പി ആയിട്ടുണ്ടാവും. ഇന്നെന്തായാലും എനിക്കൊരു ലോസ് ഡേ ആയിരുന്നു. അത് കഴിഞ്ഞ് അവളുടെ വർക്ക് ഓഫീസിലേക്ക് അവൾ എത്തുമ്പോഴത്തേനും ഒരു ലേഡി വന്ന് അവളോട് നിനക്കൊരു ഗസ്റ്റ് ഉണ്ട് എന്ന് പറയുവാണ്. കിനോഷിത നോക്കുമ്പോ അത് ടാമൻ ആയിരിക്കും. നീ എന്താ വരാത്തത്? കിനോഷിത പെട്ടെന്ന് ആ സമയം കരിഞ്ഞുണങ്ങി പോവുകയാണ്. എന്റെ ടിക്കറ്റ് എവിടെ നഷ്ടപ്പെട്ടു, എന്നാലും ഞാൻ ആ സ്ഥലത്ത് വന്നിരുന്നു എന്ന് കിനോഷിത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ടാമൻ അപ്പൊ അവളുടെ അടുത്തേക്ക് വന്നിട്ട്, നീ നിന്റെ പ്രോമിസ് പാലിക്കണമായിരുന്നു. നീ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ അതിന് ഉത്തരം തരുമായിരുന്നു. എന്നിട്ട് കിനോഷിത, ഇതെന്റെ വലിയൊരു അഭ്യർത്ഥനയാണ്. ഇതൊരു നുണയാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ സ്വപ്നം കാണുന്നതൊന്ന് തുടരട്ടെ. നിനക്ക് കുറച്ചു നേരത്തേക്ക് എന്റെ ടാമൻ ആവാൻ നിന്നെ കൊണ്ട് സാധിക്കുവോ? ടാമൻ പെട്ടെന്ന് ഇല്ലാന്ന് മറുപടി പറഞ്ഞിട്ട് അവൻ അവന്റെ സ്വിച്ച് മോഡ് ഓഫ് ആക്കുവാണ്. എന്നിട്ട് അവൻ സങ്കടപ്പെട്ട് പറയുവാണ്, നീ എന്നെ പുകഴ്ത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു കിനോഷിത. പിന്നെ നീ എന്തുകൊണ്ടാണ് നിന്റെ ടിക്കറ്റ് നഷ്ടപ്പെടുത്തിയത്? എന്റെ അധ്വാനത്തിന്റെ ഫലം നീ കാണണമെന്ന് ഞാൻ അത്രയും നേരം ആഗ്രഹിച്ച് നിന്നെ കാത്തു നിന്നു. എനിക്ക് നിന്നെ സന്തോഷപ്പെടുത്തണമായിരുന്നു. നിനക്കിത് എങ്ങനെ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ടാമൻ കരയുവാണ്. ഇതൊക്കെ കേൾക്കുമ്പോ കിനോഷിതയ്ക്ക് സന്തോഷം കൊണ്ട് കണ്ണൊക്കെ മഞ്ഞളിച്ചു പോവുകയാണ്. അതൊക്കെ കഴിഞ്ഞ് അടുത്ത ദിവസം കിനോഷിത സ്കൂളിൽ ഇരിക്കുവാണ്. അവളുടെ 2 ഫ്രണ്ട്സും അവളും കൂടെ മീറ്റ് ആൻഡ് ഗ്രീറ്റിലത്തെ പരിപാടിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. പെട്ടെന്ന് കിനോഷിതയുടെ ഒരു ഫ്രണ്ട്, എനിക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ട്. കാരണം ഇങ്ങനെ മീറ്റ് ആൻഡ് ഗ്രീറ്റ് ഒക്കെ വെക്കുമ്പോ ഏതെങ്കിലും ഫാന് ടാമന്റെ അടുത്ത് ക്ലോസ് ആയിട്ട് അവര് റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാൽ എന്താ ചെയ്യാ? ആ സമയം അവിടെ അടുത്തിരുന്ന വേറൊരു ഫ്രണ്ട്, ആ വൃത്തികെട്ടവളെ നമുക്ക് കൊല്ലാം. അങ്ങനെ ആ 2 പേരും എഴുന്നേറ്റ് കിനോഷിതയുടെ കൈരെ പിടിച്ച് വലിച്ച് അവരവരുടെ സ്വപ്ന ലോകത്തേക്ക് പോവാണ്. ഏതെങ്കിലും ടാമന്റെ ഗേൾ ഫാൻസ് ക്ലോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് അവളെ കൊല്ലണം. അങ്ങനെ കൊല്ലണം എന്ന് പാട്ടുപാടി അവര് ഡാൻസ് കളിച്ചോണ്ടിരിക്കുവാണ്. അത് കേട്ട് കിനോഷിതയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഫേസ് ഒക്കെ മാറുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ടാമന്റെ വീട്ടിൽ പോകുന്നുണ്ട് എന്ന് ഒരിക്കലും എനിക്ക് അവരോട് പറയാനാവില്ല. അതൊക്കെ കഴിഞ്ഞ് കിനോഷിത ടാമന്റെ വീട്ടിൽ വരുമ്പോഴത്തേനും ടാമനാകെ ഡിപ്രസ്ഡ് ആയിട്ട് അവന്റെ തലയിൽ കൂണ് മുളച്ചു നിൽക്കുവാണ്. ഇപ്രാവശ്യം നിനക്ക് എന്താ സംഭവിച്ചതെന്ന് കിനോഷിത വന്ന് ടാമന്റെ അടുത്ത് ചോദിക്കുവാണ്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫേമസ് ആയ TV ഷോയില് ഫേസിലെ മെമ്പേഴ്സ് പങ്കെടുക്കാൻ പോവാന്ന് പറഞ്ഞിരിക്കുകയായിരിക്കും. അത് കേൾക്കുമ്പോ കിനോഷിതയ്ക്ക് വളരെ സന്തോഷാവും. അവള് കൺഗ്രാചുലേഷൻസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ആ സമയം ടാമൻ, എല്ലാം തീർന്നു. എന്നെയും എന്റെ ഫേസ് ടീമിനെയും ഒരിക്കലും ആരും വെറുക്കരുതേ എന്ന് പറഞ്ഞിട്ട് അവനവിടെ കിടന്ന് കാറുവാണ്. എന്നോട് ക്ഷമിക്കണം, ആകെ എന്റെ കയ്യിൽ ഈ കുറച്ച് വസ്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് കിനോഷിത മനസ്സില്, അത് ശരിയാണ്, കുറെ കാലങ്ങളായി ഞാൻ അവനെ ഈ ഡ്രസ്സിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്നിട്ട് കിനോഷിത അവനെ സമാധാനപ്പെടുത്തുവാണ്. ഈ ഔട്ട്ഫിറ്റ് ആയാലും നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി നിനക്ക് ഫാഷൻ സെൻസ് ഇല്ല എന്ന് പറയുന്നത് ആരാധകർക്ക് ഒരു പ്രശ്നമാവില്ല. അപ്പൊ ടാമൻ, അത് ശരിയാണ്, തീർച്ചയായും ഈ പഴകിയ അല്പം വൃത്തികെട്ട കൂടി എനിക്ക് നന്നായി തന്നെ ചേരും. ഈ ലോകത്തിലെ വേറെ ഒരു വസ്ത്രവും എന്നെ നന്നായി കാണില്ല എന്ന് പറഞ്ഞ് അവൻ ഒരുപാട് ഡൗൺ ആയി പോവാണ്. പെട്ടെന്ന് കിനോഷിത, നിനക്ക് ഞാൻ പറയുന്നതൊന്ന് ശരിക്കും കേൾക്കാൻ കഴിയുമോ? എന്നിട്ട് കിനോഷിത മനസ്സില്, എനിക്ക് അവനെ ഈ ഔട്ട്ഫിറ്റിൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പുറത്തുള്ളവര് അവനെ ഈ ഡ്രസ്സിൽ കാണുന്നത് അത്ര നല്ലതല്ല. ടാമൻ, നമുക്ക് പുറത്തു പോയി കുറച്ച് പുതിയ വസ്ത്രങ്ങൾ വാങ്ങിച്ചാലോ എന്ന് പറയുവാണ് കിനോഷിത. അത് കഴിഞ്ഞ് കിനോഷിത ഒരു മാളില് വെയിറ്റ് ചെയ്യുവാണ്. എന്നോട് ദയവായി ക്ഷമിക്കണം, എല്ലാവർക്കും ഉയർന്ന നിലവാരമുള്ള ടാമനെ കാണണമെന്ന ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. നിന്നെ ഇവിടെ കുറെ നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചതിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ടാമൻ വരുവാണ്. ടാമൻ തലയിൽ ഒരു പേപ്പർ ബാഗ് മൂടി വെച്ചിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ
ഷോപ്പിങ്ങിന് പോവാണ്. ടാമൻ ഇതുവരെ ഇട്ട എല്ലാ വസ്ത്രങ്ങളും കിനോഷിതയ്ക്ക് ഓർമ്മയുണ്ടാവും. അങ്ങനെ കിനോഷിത ഇപ്പൊ പോപ്പുലർ ആയിട്ടുള്ള ഡ്രസ്സുകളും ടാമൻ ഏത് തരത്തിലുള്ള വസ്ത്രം ധരിച്ചാൽ കൂടുതൽ പെർഫെക്റ്റ് ആയിരിക്കും എന്നൊക്കെ നോക്കി അവന് വേണ്ടി ഡ്രസ്സ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ടാമനെ കാണുമ്പോഴത്തേനും കിനോഷിതയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവള് പെട്ടെന്ന് ബ്ലഡ് വോമിറ്റ് ചെയ്യുവാണ്. കിനോഷിത ചൂസ് ചെയ്ത് കുറെ ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് ടാമൻ സ്റ്റൈൽ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുവാണ്. എന്നിട്ട് നോക്കുമ്പോ വേറൊരു ഡ്രസ്സ് ഇട്ടിട്ട് മാല കൊളുത്തിടാൻ വേണ്ടി നോക്കുമായിരിക്കും. അപ്പൊ കിനോഷിത എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോ ഇത് ഇടാൻ പറ്റുന്നില്ല എന്ന് പറയുവാണ്. അങ്ങനെ കിനോഷിത ആ മാലയൊക്കെ ഇട്ട് കൊടുക്കും. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അവർ രണ്ടുപേരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിരിക്കുവാണ്. ടാമൻ കിനോഷിതേന്റെ അടുത്ത് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. അവരിയ്ക്കുന്ന ഡെസ്കിന്റെ അടുത്ത് തന്നെ സ്കൂളിൽ നിന്ന് വന്ന 3 ബോയ്സ് അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞ് ഹാപ്പി ആയിട്ടിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടാവും. അവരെ കണ്ട് എനിക്ക് അസൂയ തോന്നുന്നു എന്ന് ടാമൻ പറയുവാണ്. ടാമൻ വളരെ സങ്കടത്തോടെയാണ് അത് പറയുന്നേ. പെട്ടെന്ന് ടാമൻ അയ്യോ ഞാനിങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു, എന്നോട് ക്ഷമിക്കെന്ന് കിനോഷിതേന്റെ അടുത്ത് പറയുവാണ്. അതൊന്നും കുഴപ്പമില്ല, നിങ്ങളെപ്പോലെ ഒരാൾ സാധാരണ മനുഷ്യർ ചെയ്യുന്നതും എൻജോയ് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട്. നീ നിങ്ങളുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ ഒപ്പം ഒന്നും ഇങ്ങനെ പോവാറില്ലേ എന്ന് കിനോഷിത ചോദിക്കുവാണ്. അപ്പൊ അവന്റെ സങ്കടായ മുഖം കാണുമ്പോ തന്നെ കിനോഷിതയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങനെയൊന്നും ഇവര് പോവാറില്ല എന്ന്. പെട്ടെന്ന് അവിടേക്ക് കിനോഷിതയുടെ 2 ഫ്രണ്ട്സ് വരുവാണ്. കിനോഷിത അവരെ കാണുമ്പോ തന്നെ ഞെട്ടുവാണ്. പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് സ്കൂളിൽ പറഞ്ഞ് കൊല്ലും പറഞ്ഞത് ഓർക്കുവാണ്. അവര് വന്നതും ടാമനെ നോക്കി ഇതാരാന്ന് ചോദിക്കുവാണ്. അതിന് ടാമൻ മറുപടി പറയും ഞാൻ അവളുടെ ഫ്രണ്ടാണ്. പെട്ടെന്ന് കിനോഷിതയ്ക്ക് ടെൻഷനാകും, കാരണം അവൾ അവന്റെ ദൈവത്തെ കൊണ്ട് നുണ പറയിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് കിനോഷിത അവൾ അവന്റെ ഫ്രണ്ടാണെന്ന് പറയുവാണ്. പക്ഷെ അവളുടെ 2 ഫ്രണ്ട്സും ഇത് നിന്റെ ബോയ് ഫ്രണ്ടാണ്, നീ നിന്റെ ഫേസ് എന്തിനാ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കുന്നേ, ഓപ്പൺ ചെയ്യുന്നു പറയുവാണ്. പെട്ടെന്ന് ടാമൻ എഴുന്നേറ്റ് കിനോഷിതേന്റെ കൈനെ പിടിച്ച് സോറി ഞങ്ങൾക്ക് കുറച്ച് തിരക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ചുകൊണ്ട് ഓടുവാണ്. അങ്ങനെ അവര് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കിനോഷിതയ്ക്ക് മനസ്സിൽ ഇത് ശരിക്കും ഒരു സീക്രട്ട് ഡേറ്റ് പോലെയുണ്ട്. അങ്ങനെ അവള് പൂക്കളുടെ നടുവില് ടാമന്റെ കൈ പിടിച്ച് ഓടുന്നത് പോലെ അവൾക്ക് തോന്നുവാണ്. അവരാ മാളുടെ സ്റ്റെപ്പിന്റെ സൈഡിൽ പോയി നിൽക്കുവാണ്. കിനോഷിത ടാമന്റെ കാലിൽ വീണിട്ട് എന്നോട് ക്ഷമിക്കെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ടാമൻ ടെൻഷനായി നീ എന്തിനാ സോറി ചോദിക്കുന്നേ, ഇത് നിന്റെ ലൈഫിലെ പ്രധാനപ്പെട്ട സമയമാണ്, എന്നിട്ടും ഞാൻ വളരെ കെയർലെസ് ആയി നിന്നെ പുറത്തോട്ട് കൂട്ടിക്കൊണ്ടുവന്നു, എന്നിട്ട് പാപ്പരാസികൾ നിന്നെ കാണാൻ ഇടയാക്കുകയും ചെയ്തു. ഞാനിനി നിന്റെ ആരാധകയായി ഇരിക്കാൻ യോഗ്യനല്ല, ഞാൻ വധശിക്ഷ അർഹിക്കുന്നു എന്നൊക്കെ കിനോഷിത പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പൊ ടാമൻ ഞാനല്ലേ നിന്നോട് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞത്, അതുകൊണ്ട് നീ സോറി ചോദിക്കുന്നത് ഒട്ടും ശരിയല്ല. പെട്ടെന്ന് കിനോഷിത ഇല്ല, നീ എന്നോട് ക്ഷമിച്ചാലും ഞാൻ എന്നോട് ക്ഷമിക്കില്ല. ഇനി നിങ്ങളുടെ അടുത്ത് നിന്ന് പരമാവധി 3 മീറ്റർ എങ്കിലും അകലെയായിരിക്കാൻ ഞാൻ ശ്രമിക്കാം, എന്നോട് ക്ഷമിക്കണേ എന്ന് കിനോഷിത പറയുവാണ്. അത് കേട്ട് ടാമൻ പതുക്കെ അവളുടെ അടുത്തേക്ക് വന്നിരുന്ന് കിനോഷിത എന്നെ ഒന്ന് നോക്ക്, നിനക്ക് എന്നെ ഇഷ്ടമല്ലേ? അത് കേട്ടപാട് കിനോഷിതയ്ക്ക് ഷോക്ക് അടിക്കുന്ന പോലെ ആവുകയാണ്. പിന്നല്ലാതെ സ്നേഹവും വാത്സല്യവും അല്ലാതെ എനിക്ക് വേറൊന്നും നിന്നോട് തോന്നിയിട്ടില്ല എന്ന് മനസ്സിൽ കരുതിയിട്ട് അവള് പറയുവാണ്. എന്നാൽ കുറച്ചു നേരം ഒന്ന് വായ പൊത്തിയിട്ട് ഞാൻ പറയുന്ന കാര്യം നിനക്ക് കേൾക്കാമല്ലേ? എനിക്ക് ഇന്നത്തെ ദിവസം വളരെ ഇഷ്ടപ്പെട്ടു, താങ്ക് യു എന്ന് ചിരിച്ചുകൊണ്ട് ടാമൻ പറയുമ്പോ പെട്ടെന്ന് അവള് ഭസ്മായി പോവുകയാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ടാമന്റെ ഔട്ട്ഫിറ്റിനെ പറ്റിയിട്ട് നല്ല രീതിയിൽ പ്രശംസ കിട്ടിക്കൊണ്ടിരിക്കുവാണ്. അതൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം കിനോഷിത ടാമനെ നോക്കുമ്പോ അഴുക്ക് പിടിച്ചു കിടക്കുന്നത് പോലെ തോന്നുവാണ്. പെട്ടെന്ന് കിനോഷിത അവനെ എടുത്തോണ്ട് പോയി അലക്കി തേച്ച് കുളിപ്പിച്ച് വൃത്തിയാക്കി എടുക്കുവാണ്. അങ്ങനെ വൃത്തിയായി തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ടാമൻ വീട്ടുജോലികൾ അല്ലാണ്ട് നിന്നെ കൊണ്ട് ഞാൻ ഒരുപാട് വേറെ ജോലികൾ ചെയ്യിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും കുക്ക് ചെയ്യാൻ നോക്കാന്ന് വിചാരിച്ചു. പക്ഷേ എന്ന് സങ്കടത്തിൽ പറയുവാണ് ടാമൻ. അതിന് നീ എന്താണ് ഉണ്ടാക്കാൻ ശ്രമിച്ചത് എന്ന് ചോദിക്കുവാണ് കിനോഷിത. അവൻ റോൾഡ് എഗ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ടാവും, അതുണ്ടാക്കി കോളാക്കിയിട്ടും ഉണ്ടാവും. ആ സമയം കിനോഷിത അവനെ സമാധാനപ്പെടുത്തുവാണ്. ആദ്യമായിട്ട് ചെയ്യുമ്പോ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ വരും, മുട്ട ശരിയായ രീതിയിൽ പൊരിക്കുന്നത് വരെ ഞാൻ ജോലിയിൽ നിന്ന് ഇടവേള എടുക്കുകയാണ് എന്ന് ടാമൻ പറയുന്നത് കേട്ടിട്ട് കിനോഷിത ഞെട്ടുവാണ്. എന്നിട്ട് കിനോഷിത തിരിഞ്ഞ് ഒരു മിനിറ്റ്, നിന്നെ കൊണ്ട് മുട്ട പൊരിക്കാനായില്ലെങ്കിലും നിന്നെ കൊണ്ട് വളരെ ഒരു നല്ല കാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതെന്താന്നറിയോ? ആരാധകരെ ചിരിപ്പിക്കുന്നത്. നീ നിന്റെ ഫാൻസിനെ ഒന്ന് നോക്ക്. ഒരു ചെഫ് ആവാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ എന്താ, നീ നിന്റെ മേൽ തന്നെ കുറച്ച് ആത്മവിശ്വാസം പുലർത്ത് എന്ന് കിനോഷിത വളരെ ഫയർ മോഡിൽ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. എനിക്കെല്ലാം മനസ്സിലായോ എന്ന് ഉറപ്പില്ല, പക്ഷേ
എന്നെ കൊണ്ട് മുന്നോട്ട് പോവാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. അത് കേട്ടപാടെ അവിടെ ഒരാൾ വന്ന് കൈയടിച്ചുകൊണ്ടിരിക്കുവാണ്. നോക്കുമ്പോ അവന്റെ മാനേജർ ആയിരിക്കും. അതെന്തായാലും കൊള്ളായിരുന്നു. നീ എങ്ങനെയോ അവന്റെ നെർവസിൽ നിന്ന് അവനെ വെളിയിൽ നീ കൊണ്ടുവന്നിരിക്കുന്നു. ഞാൻ വളരെ ഷോക്കായി എന്ന് മാനേജർ പറയുവാണ്. ഒരു വീട്ടുജോലിക്കാരിയെ നിയമിച്ചാൽ ഇവൻ ഇങ്ങനെ മാറാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അവൻ ഈ അടുത്തായി നല്ല അനുസരണയോടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ സമയം കിനോഷിത തിരക്കിലായിരിക്കുമ്പോൾ വീട്ടുജോലികൾ വളരെ ബുദ്ധിമുട്ടാണ്. ടാമൻ അവിടെ ഇരുന്നിട്ട് നിങ്ങൾ എന്നെ പണം കറക്കുന്ന ഒരു പശുവായിട്ടാണ് കാണുന്നത്. പക്ഷെ കിനോഷിത അങ്ങനെയല്ല. അത് കേൾക്കുമ്പോ മാനേജർ തല കുമ്പിട്ട് നിൽക്കും. കിനോഷിത മനസ്സില് മനുഷ്യരെ ഒട്ടും വിശ്വാസമില്ലാത്ത, മനുഷ്യരാൽ ഉപേക്ഷിക്കപ്പെട്ട പപ്പിയെ പോലെയാണ് അവൻ. എന്നിട്ട് ആ മാനേജർ കിനോഷിതന്റെ അടുത്ത്, അല്ല വീട്ടുജോലിക്ക് വന്നു കഴിഞ്ഞാ വേറെ എന്തൊക്കെ ചെയ്യും? അങ്ങനെയൊന്നുമില്ല. കസ്റ്റമേഴ്സ് പറഞ്ഞ ഷോപ്പിങ്ങിനും പിന്നെ ചെറുതായിട്ടൊന്ന് നടക്കാനും പോവാറുണ്ട്. ഓ, അപ്പൊ മീറ്റ് ആൻഡ് ഗ്രീറ്റ് പരിപാടിക്ക് പോയതും ഒരുമിച്ച് ഷോപ്പിങ്ങിന് പോയതും വീട്ടുജോലിയുടെ ഭാഗമാണല്ലേ? അത് കേട്ടപാടെ കിനോഷിത അയാളുടെ കാലില് വീണിട്ട് എന്നോട് ക്ഷമിക്കെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. കിനോഷിത മുട്ടുകുത്തി നിന്ന് സോറി പറയുന്നത് ടാമൻ ഒട്ടും പിടിക്കില്ല. ടാമൻ പോയി, കിനോഷിത നീ സോറി പറയാതെ ഞാൻ പറഞ്ഞേക്കാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ പോയി മുട്ടുകുത്തി നിൽക്കുവാണ്. നിങ്ങൾക്ക് ആരെങ്കിലും കൊല്ലണമെന്നുണ്ടോ? എന്നെ കൊന്നോ എന്ന് ടാമൻ പറഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്യുന്നു ആലോചിച്ചിട്ട് ഇവര് നോക്കി നിൽക്കുവാണ്. പെട്ടെന്ന് മാനേജർ എഴുന്നേറ്റ് ഇവരുടെ കാലിൽ വീണിട്ട്, ഇനി മുതൽ ടാമന്റെ എല്ലാ വീട്ടുജോലികൾക്കും നിങ്ങൾ സഹായിച്ചുകൊണ്ടിരിക്കുക. അത് കേട്ട് കിനോഷിത എന്നൊന്ന് നിൽക്കുവാണ്. ഇത് ചിലപ്പോ നാണക്കേടായിരിക്കാം, പക്ഷേ ഞങ്ങളുടെ ഏജൻസി വലിയ ബന്ധങ്ങളൊന്നുമില്ലാത്ത ചെറിയൊരു ഏജൻസിയാണ്. സത്യം എന്താണെന്ന് വെച്ചാൽ ശരിക്കും നീ ഒരു ലൈഫ് സേവർ ആണ്. എന്നാൽ ശരി, ഞാനൊരു സ്വാർത്ഥയായ ഗൊറില്ലയ്ക്ക് കുറച്ച് ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി പോണം. സോ എനിക്ക് വേണ്ടി ഈ നെർവസ് ആയ സോംബിയെ നീ ഒന്ന് നോക്കിക്കോണേ എന്ന് പറഞ്ഞ് മാനേജർ കഥ കടച്ച് പോവുകയാണ്. കിനോഷിതയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് അവിടെ നിൽക്കുവാണ്. എന്നിട്ട് മനസ്സിൽ കിനോഷിത ടാമൻ അവനെ മുഴുവനായിട്ട് സ്വീകരിക്കുമോ എന്ന് കിനോഷിതയുടെ അടുത്ത് ചോദിക്കുന്ന പോലെ ഓർക്കുവാണ്. സ്വാർത്ഥ താല്പര്യങ്ങളെ ഒന്ന് പോന്ന് പറഞ്ഞ് അവൾ അവളുടെ മുഖത്ത് തന്നെ എടുത്തിട്ട് അടിക്കുവാണ്. നീ ഓക്കെ അല്ലേ കിനോഷിത എന്ന് ടാമൻ ചോദിക്കുവാണ്. ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാം ഡൗൺ കിനോഷിത, നീ ടാമന്റെ ഐഡോൾ വർക്കിൽ കുറച്ച് സഹായിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിൽ കരുതുവാണ്. ടാമൻ അവന്റെ 16ാമത്തെ വയസ്സില് ടോക്കിയോയില് ഒറ്റയ്ക്ക് ഓഡീഷന് വേണ്ടി വന്നു. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള എല്ലാത്തിൽ നിന്നും അവന്റെ മാനേജർ അവനെ അത്ര ശ്രദ്ധിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. അവന്റെ ഗ്രൂപ്പിലെ മറ്റംഗങ്ങളുമായി നല്ല ബന്ധത്തിലുമല്ല. അവൻ തീർച്ചയായും ആശ്രയിക്കുന്നത് അവന്റെ ജീവിതത്തിലേക്ക് യാദൃശികമായി കടന്നു വന്ന ഒരു തിരക്കേറിയ ആരാധികയായിരിക്കും. അതെ, ഞാൻ ടാമന്റെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ആരാധക മാത്രമാണ്. പിന്നെ അവനെ നിരാശപ്പെടുത്താതിരിക്കാൻ ഞാൻ എന്റെ പരമാവധി പരിശ്രമിക്കേണ്ടി വരും എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് കിനോഷിത ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. പെട്ടെന്ന് അവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുവാണ്. നോക്കുമ്പോ അത് ടാമന്റെ കാൻഡിഡ് ഫോട്ടോ ആയിരിക്കും. ആ ഫോട്ടോ കണ്ട് കാറിയതില് കിനോഷിത അവനോട് സോറി ചോദിക്കുവാണ്, ജോലിന്റെ ഇടയ്ക്ക് വെച്ച് കാറിയതിന്. അത് കേട്ട് ടാമൻ, അതൊന്നും കുഴപ്പമില്ല, നീ വളരെ രസകരമായിട്ടുള്ള ഒരാളാണ് കിനോഷിത. എന്ത്? ഞാനോന്ന് കിനോഷിത ചോദിക്കുവാണ്. അതെ, നീ ചിലപ്പോൾ പെട്ടെന്ന് നിലവിളിക്കും. എന്നിട്ട് ടാമൻ പറയുവാണ്, നിന്റെ എല്ലാ ഫാൻസും അങ്ങനെ തന്നെ അല്ലേന്ന് ചോദിക്കുവാണ് കിനോഷിത. മറ്റാരെ കുറിച്ചും എനിക്ക് അറിയില്ല, പക്ഷേ ഇപ്പോൾ എനിക്ക് നീ വളരെ സ്പെഷ്യലാണ് കിനോഷിത എന്ന് ടാമൻ പറയുന്നത് കിനോഷിത കേട്ട് അവളുടെ മുഖമൊന്ന് ചുമക്കുമെങ്കിലും അവള് ഇല്ല ഇല്ല എന്ന് പറയുവാണ്. അതൊക്കെ കഴിഞ്ഞ് കിനോഷിത വീട്ടിൽ വന്ന് കുളിക്കാൻ കിടക്കുവാണ്. എന്തായാലും അവന്റെ കയ്യിൽ നല്ല ഫാൻ സർവീസ് ഉണ്ട്. എപ്പോഴും ഞാൻ അവന്റെ മുമ്പിൽ നിൽക്കുന്നത് ഒരു ഫാനായിട്ടാണ്. അതുകൊണ്ടാണ് അവൻ എന്നെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്. പണ്ടൊക്കെ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ ആഗ്രഹിച്ച ആളാണ് ഞാൻ. പക്ഷേ കിനോഷിതയ്ക്ക് പണ്ട് നടന്ന ഇൻസിഡന്റ് ഓർക്കുവാണ്. അവളുടെ ക്ലാസ്സിലെ ഒരു കുട്ടി വന്ന്, നീ വളരെ ബോറിംഗ് ആണ് കിനോഷിത, നമ്മളുടെ സംഭാഷണത്തിൽ ഞാൻ മാത്രമേ സംസാരിക്കാറുള്ളൂ, എപ്പോഴും നീ എന്തെങ്കിലും വേറെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്, നീ എന്താണ് അങ്ങനെ ആലോചിച്ചു കൂട്ടുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ആർക്കും വേണ്ടാതെ അവള് വളരെ ഡിപ്രസ്ഡ് ആയിരിക്കുന്ന സമയത്തിലാണ് ടാമനെ അവള് ടിവിയിൽ കാണുന്നത്. അന്ന് അവൻ ഈ ലോകത്തിലുള്ള എല്ലാ ആൾക്കാരെയും ചിരിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവൾ 100 തവണ പുനർജനിച്ചാലും അവൾ പറയാത്ത ഒരു കാര്യം വേറൊരാൾ പറഞ്ഞതുപോലെ അവൾക്ക് തോന്നി. അന്ന് തൊട്ട് അവളുടെ ദിവസങ്ങൾ വേഗം കടന്നു പോകുന്നതും വളരെ രസകരവുമായി മാറാൻ തുടങ്ങി. നിന്റെ സ്വപ്നം എന്റെ സ്വപ്നമായി മാറി. അതുകൊണ്ട് എനിക്ക് സ്പെഷ്യലായിട്ടൊന്നും വേണ്ട. നീ എനിക്ക് വളരെ പ്രിയപ്പെട്ടവനാണ്. അതുകൊണ്ട് നിന്റെ സ്വപ്നം എനിക്ക് കാണിച്ചു തന്നാൽ മതി. അത് തന്നെ എന്നെ ഒരുപാട് സന്തോഷിപ്പിക്കും
കിനോഷിത ടിവിയിൽ ടാമന്റെ പ്രോഗ്രാം കണ്ടോണ്ടിരിക്കുവാണ്. ടാമൻ കിനോഷിത വാങ്ങിച്ചു കൊടുത്ത മാലയിൽ ഉമ്മ വെക്കുവാണ്. ആ സമയം ടാമൻ കിനോഷിതന്റെ അടുത്ത് പറഞ്ഞത് ഓർക്കുവാണ്, നീ എനിക്ക് വളരെ സ്പെഷ്യലാണ് കിനോഷിത. എന്താ ഇപ്പൊ ഇവിടെ നടക്കുന്നേന്ന് കിനോഷിത വായും പൊളിച്ചു നോക്കിയിരിക്കുവാണ്. അങ്ങനെ ഈ എപ്പിസോഡ് ഇവിടെ തീരുവാണ്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പൊ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.